നമ്മുടെ വേണ്ടപ്പെട്ട കക്ഷിയെ മാനേര്. താങ്ക് യു സർ. മാഡം ഇന്നലെ പറഞ്ഞ ക്ലയന്റ് വന്നിട്ടുണ്ടേ, അവരുടെ ഡോക്യുമെന്റ്സ്. ഓക്കെ, വരാൻ പറയൂ. ഓക്കെ, വരൂ. നമസ്കാരം. ഇരിക്കൂ. ഇരുന്നോളൂ സർ. ഇന്നലെ എന്നെ വിളിച്ചത് ഞാനായിരുന്നു. പിന്നെ കുറച്ച് കൂടുതൽ തുക വേണം. എത്ര എമൗണ്ടാ വേണ്ടത്? ഒരു 5 ലക്ഷം. 5 ലക്ഷം മതി. പ്രോപ്പർട്ടി എത്രയുണ്ട്? അതിപ്പോ 5 സെന്റേ ഉള്ളൂ, കൂടുതലില്ല. 5 സെന്റേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഞാനിവിടുത്തെ ഒരു പൊതുപ്രവർത്തകനാണ്. ഇന്നലത്തെ പത്രത്തില് ഞാനും MLA നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, കണ്ടായിരുന്നു? അത് ഞാൻ പത്രം വായിക്കാറില്ല. ഇല്ല. അല്ല, നിങ്ങളിൽ ആർക്കാ ലോൺ വേണ്ടത്? എനിക്ക്. ഓക്കെ. സാറിന്റെ വീട്ടിലാരൊക്കെയുണ്ട്? എനിക്ക് ഭാര്യ, 2 പിള്ളേർ. മക്കൾക്ക് ജോലി? അതെ അതെ, മൂത്തവന്റെ ജോലി ശരിയായിട്ടുണ്ട്, അത് പുറത്താ. അതിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇപ്പൊ ഈ ലോണ്. ഓക്കെ ഓക്കെ. കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. പലിശേ? കുഴപ്പമില്ല. അല്ല, അത്ര കൂടുതലൊന്നും അല്ല. പ്രോപ്പർട്ടി കുറവാണല്ലോ, അതുകൊണ്ട്. പിന്നെ EMI അത് കറക്റ്റായിട്ട് അടയ്ക്കണം. അതായത് ഈ മാസടവേ. അയ്യോ, അത് ഞാൻ കൃത്യമായിട്ട് അടച്ചോളാം. പിന്നെ ബാങ്കിന്റെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്, അത് കറക്റ്റായിട്ടൊന്ന് ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ കുറച്ച് പേപ്പറിലൊക്കെ ഒന്ന് സൈൻ ചെയ്യണം. ബാങ്കിന്റെ റൂൾസ് അത്രേ ഉള്ളൂ, അല്ലാതെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോ ലോൺ ശരിയായോ? നമുക്ക് ശരിയാക്കാന്നേ. അപ്പൊ ശരി, പോ, ഞാനും കൂടെ ഇറങ്ങാം. മാഡം, വാടൂ. എങ്ങനെയെങ്കിലും ഒന്ന്. സാറ് പേടിക്കണ്ട, നമുക്ക് വേഗം തന്നെ ലോൺ പാസ്സാക്കി എടുക്കാന്നേ. ശരി. അമ്മേ, അലക്സയുടെ ഗൾഫിലെ ബിസിനസ് ഒക്കെ നിർത്തി നാട്ടിൽ സെറ്റിൽ ആവണമെന്നാ പറയുന്നത്. ആണോ? അതേതായാലും നന്നായി. കുറച്ച് പ്രശ്നമുണ്ടമ്മേ. എന്താ മോളെ? അവിടെ കുറച്ച് കാശ് സെറ്റിൽ ചെയ്യണമെന്നാ. അലക്സേട്ടൻ്റെ കയ്യിലുള്ള ഫണ്ട് മതിയാവില്ലെന്നാ പറയുന്നത്. സിജോട് പറഞ്ഞ് കുറച്ച് ഫണ്ട് സഹായിക്കാമോ എന്ന് എന്നോട് ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, അമ്മയോട് ചോദിച്ചിട്ട് പറയാമെന്നാ പറഞ്ഞേ. മോളെ, കല്യാണമൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. ഏതായാലും ഞാൻ ചോദിച്ചിട്ട് പറയാം. നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. സിജോയെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഒന്നുമില്ലെങ്കിൽ നീ എൻ്റെ ഒരേ ഒരു മരുമകനല്ലേ. നീ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് തള്ളിക്കളയാൻ പറ്റുമോ? അളിയെ ഏറ്റതാ. ഡോണ്ട് വറി മൈ ഡിയർ. എന്റെ പെങ്ങളെ കാര്യത്തിൽ പോലും അളിയൻ ഇത്ര ശ്രദ്ധയില്ല. അത് കറക്റ്റ്. അല്ല, ഇപ്പൊ ഒരാഴ്ചന്റെ സിറ്റുവേഷൻ ആയതുകൊണ്ടല്ലേ ഞാനിങ്ങനെ. നീ ഇത് പിടിച്ചേ, പിടി. ഇനി നീ ചോദിച്ചത് നിനക്ക് കിട്ടി. ഇതേപോലെ അങ്ങോട്ട് വലിച്ചു കുടിയുന്നേ. അപ്പൊ പിന്നെ ചേസ് അങ്ങനെ. ഇനി നിനക്ക് വർഗീസിന്റെ വലത് വശത്തിരിക്കാം, അല്ലടാ മോൻസ? ഒന്നാം വട്ടം കണ്ടപ്പോൾ പിന്നിനെ ചിന്താനം. എന്താ സാന്ദ്ര എന്തെങ്കിലും പറഞ്ഞായിരുന്നോ മോനെ? ഇല്ലല്ലോ. അലക്സിന് കുറച്ച് കാശിന്റെ ആവശ്യമുണ്ടെന്ന് മോനോട് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. എത്രയെന്നെല്ലാം പറഞ്ഞിരുന്നു. എത്രയാ വേണ്ടെന്ന് അവൻ എന്നോട് പറഞ്ഞായിരുന്നു. എത്രയായാലും നമ്മൾ കൊടുക്കണം. നമ്മുടെ മോളുടെ കാര്യല്ലേ. അവൻ ആദ്യമായിട്ടൊരു കാര്യം ചോദിക്കുമ്പോ ഇല്ലാന്ന് പറയാൻ പറ്റില്ല. മനുഷ്യ, നിങ്ങൾ കുടിച്ചിട്ട് ഉറപ്പൊന്നും കൊടുത്ത് കളയല്ലേ. പപ്പ കള്ളും കുടിച്ചിട്ട് ഓരോന്ന് പറഞ്ഞാൽ മതി. കാശുണ്ടായി കൊടുക്കണ്ട ഞാനാ. എന്തായാലും നമുക്ക് നമ്മുടെ അന്തസ്സ് നോക്കണ്ടേ, അല്ലടാ മോൻസ? പിന്നെ നമ്മൾ അന്തത്ത് നോക്കണ്ടേ? സാന്ദ്രമോൾ എന്താണ് പരിപാടി മൊബൈലില്? പപ്പ മരുമകനെ നന്നായിട്ട് സൽക്കരിച്ചെന്ന് തോന്നുന്നല്ലോ. പപ്പ നിർബന്ധിച്ച് പോരണം. ജസ്റ്റ് വൺ. പപ്പയ്ക്കുള്ള ഡെയിലി ഒന്നും വേണ്ട കേട്ടോ, വല്ലപ്പോഴാണേ ഓക്കെ. എൻ്റെ പൊന്നോ, ആരെല്ലാം ഡെയിലി കുടിക്കും? പിന്നെ നമുക്കൊരു ട്രിപ്പ് പോയാലോ? അടിപൊളി. എവിടെ പോവാ?
കുളു മണാലി. അതൊക്കെ എല്ലാവരും എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലങ്ങളല്ലേ കുലു മനാലിയൊക്കെ. എൻ്റെ ഫ്രണ്ടിന് ഗാങ്ടോക്കിലൊരു ഫാം ഹൗസ് ഉണ്ട്. ഞാൻ പണ്ട് പോയതാ. ഓ, എന്ത് റൊമാൻറ്റിക് സ്ഥലമാണെന്നറിയോ. അങ്ങോട്ട് പോയാലോ? Done. നാളെ തന്നെ വിളിച്ച് സെറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ പ്രോപ്പർട്ടി ഡീൽ ഓക്കെ ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ പോവാം. പിന്നെ ഈ മമ്മയുടെ അടുത്ത് ആ ക്യാഷിൻ്റെ കാര്യം പറഞ്ഞായിരുന്നോ? ഞാൻ അമ്മയോട് ചോദിച്ചായിരുന്നു. അമ്മ സിജോട് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. എന്നാ പിന്നെ നമുക്ക് കിടന്നാലോ? ആ. ഹലോ, പറയടി. എന്താണ് ബ്രോ പരിപാടി? ഞാൻ ഫുഡ് കഴിച്ചിട്ട് വന്നുള്ളൂ. എൻ്റെ അമ്മായിച്ചൻ വർഗീസ് മാപ്പിള മൂഡിലാണോ? ഇപ്പോഴതൊക്കെ തന്നെയല്ലേ, ഫുൾ ടൈം വെള്ളം. പിന്നെ ഒരു ചെറിയ സീനുണ്ട്. എന്ത് സീൻ? ഡാർക്കാണോ? ചെറിയ ഡാർക്കാണ്. സാന്ദ്രേ അളിയന് വേണ്ടി ഒരു 25 രൂപ ചോദിച്ചു. 25 രൂപയോ? എന്ന് വെച്ചാ 25 ലക്ഷം. 25 ലക്ഷോ? നിന്നോട് ചോദിച്ചോ? എന്നോടല്ല, അവളമ്മയോട് ചോദിച്ചു, അമ്മ എന്നോട് ചോദിച്ചു. എന്താണ് സിജോ, നീ എന്താ ATM മെഷീനോ? ഇങ്ങനെ ചോദിക്കുമ്പോ എടി, ഞാൻ കൊടുക്കാന്ന് പറഞ്ഞില്ല, അവര് ചോദിച്ചതെന്നല്ലേ ഉള്ളൂ. ഇനിയും ലോൺ എടുക്കാനാണോ നിന്റെ പ്ലാൻ? കല്യാണത്തിന് എടുത്തതിന്റെ EMI തന്നെ ഇപ്പൊ ഡ്യൂ ആയിരിക്കുവോ? എന്റെ പൊന്ന് സിജോ, പൊട്ടത്തരം ഒന്നും കാണിക്കല്ലേ. എടാ, ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ തീരുമാനം എടുക്കുമ്പോൾ നന്നായിട്ട് ആലോചിക്കണം, പ്രത്യേകിച്ചും പൈസയുടെ കാര്യത്തില്. ഓ ശരി. പിന്നെ എനിക്കിന്ന് പർച്ചേസിന് മെയിൽ ചെയ്യണ്ടായിരുന്നേ, അപ്പൊ ഞാനൊന്ന് നിന്നെ വിളിക്കാം ഞാൻ, കേട്ടോ? ഓക്കെ. ഇന്ന് ഭയങ്കര പാട്ടൊക്കെയാണല്ലോ. എന്റെ ചാച്ച ഇന്നെങ്കിലും ആ മുടിയൊക്കെ മേടിച്ചൊന്ന് വൃത്തിയാവായിരുന്നില്ലേ അച്ഛാ? ആരെ കാണിക്കാനാണ് ഈ പ്രായത്തില്? പിന്നെ അവിടെ വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്നതാ, അപ്പൊ നമ്മൾ അവന്റെ മാന്യത നോക്കണ്ടേ? ഒന്നും കുഴപ്പമില്ല എന്റെ കുഞ്ഞേ, ഇതൊക്കെ ആ സൗന്ദര്യം ഈ പ്രായത്തില്. ഇങ്ങനെയാടി. ചാച്ചൻ കൊറേ നേരമായി മോനെ പാട്ടും കണ്ണാടിയൊക്കെ ഇടുന്നു. പിന്നെ ന്യൂജൻ അമ്മച്ചി എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളി. ഇതെന്നെ കൈ വന്നേ, ബട്ടൺസ് ഇട്ടിട്ടില്ലേ? ഇതൊക്കെ നേരെ ഇടാ. ചാച്ചാ എങ്ങനെയുണ്ട്? കൊള്ളാവോ? ചോദിക്കാനുണ്ടോ? നീ ആരുടെ മകനാ? ഡബിൾ അടിപൊളി. മോനെ, അമ്മയുടെ കൊടയും എടുത്തടാ. കൊടയോ? എന്തിന്? നമ്മള് കാറിലല്ലേ പോകുന്നേ? ആ, അതമ്മ മറന്നു. അവിടെയൊക്കെ ഇപ്പൊ AC ആണമ്മേ, മഴയൊന്നും പെയ്താൽ നനയത്തൊന്നുമില്ല. അതുപോലെ പ്ലെയിനൊക്കെ അടുത്ത് കാണാം. എടാ, നമുക്ക് പ്ലെയിനിൽ തൊടാൻ പറ്റുമോ? ഏയ്, തൊടാൻ മാത്രമല്ല, അതിനകത്തെത്തി നമ്മൾ അവിടേക്കൊന്ന് ചുറ്റി കറക്കുകയും ചെയ്യും. അമ്മയ്ക്ക് ഒന്നും അറിയത്തില്ല, ഒരു കുന്തം അറിയത്തില്ല, ചുമ്മാ ഇരുന്നോളൂ. മന്ദബുദ്ധിയാണ്. നമുക്ക് പെട്ടെന്ന് ഇറങ്ങ്. ചാച്ചാ, അവിടെ കണ്ടിട്ട് പോന്നാ മതിയേ. എല്ലാം കാണിക്കാടി, നീ ഇറങ്ങി തൽക്കാലം. എവിടെ പോകുമ്പോൾ താമസിപ്പിക്കും. വായിങ്ങോട്ട്. ചേട്ടാ, ഈ വണ്ടി വന്നു. ആ വരാടാ. എന്താണ് എല്ലാരും കൂടെ അങ്ങോട്ടാ? നിന്നെ വിമാനം കയറ്റിവിടെ. ഒന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് വെക്കോളാം. ഹേയ്, എന്താണ് ഇത്? നീ വിദേശത്ത് പഠിക്കാൻ പോകുമ്പോ നിന്നെ കയറ്റി വിടണമെന്ന് ഞങ്ങൾക്കും ഒരു ആഗ്രഹം കാണത്തില്ലേ? മാത്രമല്ല, ഞങ്ങൾക്ക് അവിടെയൊക്കെ ഒന്ന് കാണുകയും ചെയ്യാലോ. ഇനി ഈ ആയുസിൽ അതിനെ പറ്റിയെന്ന് വരുമോ? നിങ്ങൾക്ക് എന്താ പറഞ്ഞ മനസ്സിലാവത്തില്ലേ? വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്ന സ്ഥലോ. എല്ലാവരും കൂടെ ഒന്ന് കോമഡി ആക്കല്ലേ? ഞാൻ ഒറ്റയ്ക്ക് വെക്കോളാം. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അവനെന്താ നമ്മളോട് അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞെന്നറിയോ? അവര് നമ്മളോട് യാത്ര പറയാനുള്ള വിഷമമുണ്ടാ? അവന്റെ കൂട്ടുകാരുടെ ഒപ്പ് വെച്ചിട്ട് നമ്മുടെ മകനല്ലേ?
ഇത് നാളെ കൊടുക്കുന്ന ഓ ഫയലാണ്. ശരി. ചെക്കൊക്കെ മാറിയിരുന്നോ? ആശയൊക്കെ മാറി. ആ വാളിയ. ഇരിക്കും ഞാൻ അങ്ങോട്ട് ഇരിക്കട്ടെ. അവിടെ ഇരിക്കുന്ന നല്ല തിരക്കാലേ. ശരി. എന്തുണ്ട് വിശേഷം? അമ്മച്ചിയൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ വന്നത് ആ പ്രോപ്പർട്ടിയുടെ ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കാനായിരുന്നു. ഞാൻ അറിഞ്ഞിരുന്നത്. പിന്നെ ഇപ്പോൾ കുറച്ച് ടൈറ്റ് ഉണ്ട്. ഇനോഗ്രേഷനും കല്യാണമൊക്കെ ആയിട്ട് കുറച്ചൊരു എമൗണ്ട് കയ്യിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് അതിനെ കുറിച്ച് അറിയാലോ. എനിക്കറിയാം. സോറി അളിയ, ഇപ്പം പറ്റത്തില്ല. പുതിയൊരു ബിസിനസ്സിലേക്ക് കാശ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു അവസ്ഥയിലല്ല. അതുകൊണ്ട് സിജോ, ഇതിനൊരു ഹ്യൂജ് എമൗണ്ട് ഒന്നും ആവശ്യമില്ല. അലക്സ് ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, സിജോയ്ക്ക് കൂടി ഉപകാരമുള്ള കാര്യമാണ്. പിന്നെ ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഇതിന്റെ പ്രോപ്പർട്ടി ബിസിനസ്സിലായി കഴിഞ്ഞാൽ ആളെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഷെയറിന്റെ ഡബിൾ പ്രോഫിറ്റ് ആളിന് കിട്ടും. എക്സാക്ട്ലി, ഇതിലും കൂടുതൽ കിട്ടുമായിരിക്കും. അല്ല ഏട്ടാ, എനിക്ക് ആഗ്രഹമില്ലഞ്ഞിട്ടല്ല. ആളിയൊരു കാര്യം പറയുമ്പോഴേ ഇപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനില്ല. മനസ്സിലാക്കണം. സിജോയ്ക്ക് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ചേട്ടൻ മലയാളം തന്നെയല്ലേ പറയുന്നത്? കുറച്ച് എമൗണ്ടിന്റെ കാര്യമല്ലേ ഉള്ളൂ സിജോ. അതിപ്പോ അത് എവിടെ റിയസേ, ഞങ്ങളെല്ലാവരും ഒന്ന് പുറത്തേക്ക് വെക്കാം. ശരി ശരി. അല്ല, അത് പറ്റാത്തോണ്ടല്ലേ. അളിയൻ തണുപ്പത്തിരുന്ന് ഒന്നുകൂടെ ആലോചിക്കേ, നല്ല ബുദ്ധി വരും. അല്ലളിയ, ഇതിപ്പോ എന്താലോചിക്കാനാ? അളിയനിപ്പോൾ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കും വേറെ ചില കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും. നമ്മൾ രണ്ടുപേരും ഒരു കുടുംബമാണെന്നാണ് ഞാൻ കരുതിയത്. പിന്നെ അളിയൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴിയാണെന്നുണ്ടെങ്കിൽ ഞാനെടുക്കുന്ന തീരുമാനങ്ങളും അളിയന് ബുദ്ധിമുട്ടുണ്ടാവരുത്. അല്ലളിയ, അത് ഇപ്പൊ പറ്റാത്തോട്ടായതുകൊണ്ട് അല്ലാതെ. ഇല്ല, എനിക്ക് മനസ്സിലായി. അറിയാസിൻ്റെ എവിടേക്ക് പുറത്ത് വൈദ്യല്ലേ. ഞാനൊന്ന് പൊക്കോട്ടെ, ഒരു ക്ലയൻറ്റ് ഡീലുണ്ട്. അളിയൊന്നും വിചാരിക്കേ. നോ ഇഷ്യൂസ്. ഇപ്പൊ ഡോണ്ട് വറി. ചേച്ചി, ചേച്ചി. ആ നളിനിയൊക്കെ ആയിരുന്നോ? വാ കേറിയിരിക്കും. ഇല്ല, ഇരിക്കുന്നില്ല ചേച്ചി. തോമസ് ഞാൻ എന്തിയേ? ചാച്ചൻ കടയിൽ പോയിക്കുവാ. ചേച്ചി, ഞങ്ങൾ ഈ സമയത്ത് എന്തിനാ വന്നതെന്ന് അറിയാലോ അല്ലേ? പൈസക്ക് ആയിരിക്കും അല്ലേ? പിന്നെ എന്താ ചേച്ചി, കുറച്ച് പൈസയല്ലേ ഉള്ളൂ. ഇതിപ്പോ എത്രാമത്തെ മുടക്കാം? മനഃപൂർവ്വമല്ല നളിനി, അറിയാലോ. ഈ കാറ്റത്തെ മഴയത്ത് നട്ട വാഴ മുഴുവൻ നശിച്ചുപോയി. അതൊക്കെ കണ്ടിട്ടാ ഞങ്ങൾ ആ പൈസ മേടിച്ചത്. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ ചേച്ചി? ഇത് ഗ്രൂപ്പ് ലോൺ അല്ലേ? ഒരാൾ അടച്ചില്ലെങ്കിൽ ബാക്കിയുള്ളവരെ എല്ലാവരെയും അല്ലേ അത് ബാധിക്കുക? വേറൊരാൾക്ക് പൈസയുടെ ആവശ്യം വന്നാൽ ഞങ്ങളത് എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാ? ഒരു കാര്യം ചെയ്യാം, ഒരു 2 ആഴ്ചത്തെ സമയം എന്താ ചേച്ചിക്ക്? അതിനുള്ളിൽ ഞാൻ ആ പൈസ എങ്ങനെയെങ്കിലും ഒപ്പിച്ചടയ്ക്കാം. ചേച്ചി ഇങ്ങനെ പറഞ്ഞാൽ പോരാ, ചെയ്തിരിക്കണം. ചേച്ചിക്ക് അറിയാലോ, ചേച്ചിക്ക് ലോൺ എടുത്ത് തരുമ്പോഴേ ഈ ഗ്രൂപ്പിലുള്ളവർക്ക് മുറുമുറുപ്പായിരുന്നു. പിന്നെ ഇത് തന്നെ ചേച്ചിയോടുള്ള വിശ്വാസത്തിന്റെ പുറത്ത് എടുത്തു തന്നെ. മറക്കല്ലേ, 2 ആഴ്ച അതിൽ കൂടരുത് ചേച്ചി. ഇല്ല, അടയ്ക്കാം. 2 ആഴ്ചക്കാണ് അടയ്ക്കാം. തരാം. ശരി ചേച്ചി. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങുക. ബാക്കിയുള്ളവരോട് സംസാരിച്ചോളാം. അമ്മച്ചിനെ തിരക്കിന്ന് പറയട്ടാ. ആ ശരി. അമ്മയ്ക്ക് വയ്യ, പനിയാ. എല്ലാരും ഉണ്ടല്ലോ. അമ്മയ്ക്ക് വയ്യല്ലേ? പനിയാ. പറഞ്ഞു ചേട്ടനെ ഇപ്പൊ കടയിൽ വെച്ച് കണ്ടായിരുന്നു. ടോർച്ച് ഉണ്ടല്ലോ, നോക്കി പോണേ. ജന്തുക്കളൊക്കെ ഉള്ളതാ. ശരി. എന്താടി എല്ലാരും കൂടി രാത്രിയില്? ഒന്നുമില്ല. ഏയ് മോളെ സാന്ദ്ര, മക്കളെ എണീറ്റ് എന്തെങ്കിലും കഴിക്കൂ. എത്ര നേരമായി? അമ്മ പ്ലീസ്, ഞാൻ പിന്നെ കഴിച്ചോളാം. നീ എന്തിനാ എങ്ങനെ വിഷമിക്കുന്നേ? അവൻ പോയ കാര്യം ശരിയായി കാണത്തില്ല. അവനിങ്ങ എത്തും. മക്കളെ എണീക്ക്, എൻ്റെ പൊന്നു മോളെ എണീക്ക്. 5 ദിവസമായി പോയിട്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞൂടെ?
അങ്ങോട്ട് വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ല. എന്താ അമ്മേ? മോനെ അലക്സ് വിളിച്ചിരുന്നോ? ആ, ക്യാഷിൻ്റെ കാര്യം പറയാൻ വേണ്ടി അളിയനെ വിളിച്ചായിരുന്നു. ഇത്രയും വലിയ എമൗണ്ട് ഞാൻ എവിടെ നിന്ന് എടുത്തു കൊടുക്കാനിപ്പോൾ? കല്യാണത്തിനടുത്ത് തന്നെ ലോൺ എടുത്തിട്ടാ, അമ്മയ്ക്കറിയാലോ. അവള് ഭയങ്കര സങ്കടത്തില. ആ കൊച്ചു രാവിലെ മുതൽ ഒരു വക കഴിച്ചിട്ടില്ല. മോൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കുറച്ച് പൈസ സംഘടിപ്പിച്ച് കൊടുക്കാൻ പറ്റുമോ? എനിക്കങ്ങ് സഹിക്കുന്നില്ലടാ. അമ്മ വിചാരിക്കുന്ന അത്ര നിസ്സാര എമൗണ്ട് അല്ല അമ്മ ഇത്. ഞാൻ നോക്കട്ടെ എവിടുന്നേലും ഒന്ന് സംഘടിപ്പിക്കാൻ പറ്റുമോ. ഈ ലിസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണേ. ആ നോക്കാം സാർ. ഓക്കെ. ഞാൻ സിജോ, ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ മനസ്സിലായി. ഞാൻ മാഡത്തിനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഉള്ളിലൊക്കെ പോയാൽ മതി. ആ ശരി. ഗുഡ് മോർണിംഗ് മാഡം. വെരി ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. താങ്ക് യു. ഇരിക്കൂ സാർ. ഞാൻ സിജോ വർഗീസ്, നേരത്തെ വിളിച്ചിരുന്നു. ഓക്കെ മനസ്സിലായി. വിളിച്ച് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിരുന്നല്ലേ? അതെ. സാറ് പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തല്ലേ? ആ, ഞാനൊരു സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഓക്കെ. എത്ര നാളായി സാർ സ്റ്റാർട്ട് ചെയ്തിട്ട്? അതൊരു 3 മാസമായിട്ടുള്ളൂ. നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് ലോൺ തരാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ സ്ഥാപനം ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ മാഡം, ഈ ലോൺ എടുക്കുന്നതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ എങ്ങനെ? അതൊക്കെ വളരെ ഈസി അല്ലേ സാർ? EMI ഒക്കെ പ്രോപ്പറായിട്ട് അങ്ങ് അടച്ചു പോയാൽ മതി. വേറെ ഒരു ടെൻഷനും ഇല്ല. ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഒരു മിനിറ്റ്. രതീഷേ, ഒന്നിങ്ങോട്ട് വരൂ. ഡോക്യുമെന്റ്സ് എല്ലാം എങ്ങനെയാണ് എന്താണെന്നുള്ളതെല്ലാം രതീഷ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുവേ. രതീഷേ, സിജോ സാറിന് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്ത് കൊടുക്കണം. ഡോക്യുമെന്റ്സ് എല്ലാം പ്രോപ്പറായിട്ട് കളക്ട് ചെയ്ത് സാറിനുള്ള ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ? ഹി വിൽ ടേക്ക് കെയർ ഓഫ് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച് സാർ. പ്ലീസ് കം സാർ.